ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾക്ക് ചോക്ലേറ്റിൻ്റെ ആവശ്യമില്ല, ചോക്ലേറ്റ് വേണ്ട, അല്ലാതെ നമുക്ക് കൊക്കോ പൗഡർ വെച്ചിട്ടാണ് നമ്മളിന്ന് ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അളവിൽ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറാണ്. പിന്നെ നമ്മൾ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൊക്കോ പൗഡർ ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് കൊക്കോ പൗഡർ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാലിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ തീയാണ് ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറി ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കുറുകി വരുന്നില്ല എന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ കുറുകി കിട്ടും. ഇനി നമുക്കിത് കറക്റ്റ് പാകത്തിനായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണൊന്ന് അതിൻ്റെ അകത്തേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് നമ്മുടെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കറക്റ്റ് ഇതായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് വരുവാണെങ്കിൽ കറക്റ്റ് പാകമാണ്. ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് നമ്മുടെ ആ കുറുകി വന്ന മിക്സില്ലേ അതിനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നല്ലതുപോലെ നമുക്കൊന്ന് പോയി കിട്ടണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടും. പിന്നെ ഫാനും കൂടെ ഇടുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 250 കപ്പിൽ 1 കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തണുപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും നമ്മുടെ കൊക്കോയുടെ മിക്സും കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്ത് കൊടുക്കുന്നത് ആ ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഏതാണോ എടുക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ അകത്ത് ഒരു നോസിലിട്ടിട്ട് അത് വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സാധാരണ പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇടാതെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ